ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയംസ് ആർട്ട്ഫുൾനെസ്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ 2 സാധനങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പം ക്രോഷയുടെ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു മെയിൻ ഐറ്റം ഈ ഒരു ക്രോഷയുടെ ഹുക്കാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്രോഷേ ചെയ്യുന്നത്. ആ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വിട്ടുപോയി. ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്തത് അതിൽ വന്നിട്ടില്ലായിരുന്നു. ക്രോഷയ്ക്ക് മെറ്റാലിക് ഹുക്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഹുക്സും ഉണ്ട്. ഞാൻ ആദ്യം മേടിച്ചത് പ്ലാസ്റ്റിക് ഹുക്കായിരുന്നു. പ്ലാസ്റ്റിക് ഹുക്കും മെറ്റാലിക് ഹുക്കും ഓൾമോസ്റ്റ് സെയിം പേർപ്പസ് ഒക്കെ തന്നെയാണ്. ഇതിന് വേറെ എന്താ പറയുക, വേരിയസ് ആയിട്ടുള്ള എമ്മിലുണ്ട്, വേരിയസ് സൈസിലുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് ഈ മെറ്റാലിക് ഹുക്കാണ്. ഇതെല്ലാം പല പല സൈസസിൽ അവൈലബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന യാൺ അനുസരിച്ചിരിക്കും. ഇതുപോലെ യാണിട്ട് ഓവർ ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നിയത് ഈ മെറ്റാലിക് ഹുക്ക് യൂസ് ചെയ്യുമ്പോഴാണ്. പ്ലാസ്റ്റിക് ഹുക്കും കുഴപ്പമൊന്നുമില്ല. ആദ്യത്തേതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാസ്റ്റിക് ഹുക്ക് വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മെറ്റാലിക് ഹുക്ക് വെച്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നി. ഇതൊരു സെറ്റായിട്ട് തന്നെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് പണി ഈ നീഡിൽ പോലെ ഇരിക്കുന്ന സംഭവമാണ്. ആക്ച്വലി നീഡിൽ പോലെ തന്നെയാണ് പർപ്പസ്, പക്ഷെ അങ്ങനെയല്ലെന്നുള്ളൂ. ഓക്കെ, ഇത് നമ്മളിത് ലെഫ്റ്റ് ഓവർ ആവുന്ന ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ലെഫ്റ്റ് ഓവർ ആവുന്ന യാണിനെ നമ്മൾ ഉള്ളിലൂടെ എടുത്ത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പുതിയ കൂട്ടുകാരാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണിൽ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ താട്ട് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമുള്ളവർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുതേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പേർപ്പസും ഇത് രണ്ടിൻ്റെയും മെയിൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കേഴ്സ് ഓൾറെഡി ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ട്യൂട്ടോറിയൽ വീഡിയോസും ബേസിക് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ലവ് യു ഗൈസ്, ബൈ ബൈ.